മുഖ്യമന്ത്രി പൊരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി RSP. രാഷ്ട്രീയ അനിശ്ചിതത്വം പ്രവർത്തകരിൽ നിരാശ ഉണ്ടാക്കിയെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. തർക്കം UDFന്റെ ഉജ്ജ്വല വിജയത്തിന്റെ തിളക്കം കെടുത്തി. ഹൈക്കമാൻഡിനോട് അഭിപ്രായം പറഞ്ഞത് ക്ഷണപ്രകാരമാണെന്നും MM ഹസന്റെ പരാമർശം നിർഭാഗ്യകരമാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. 102 സീറ്റ് വാങ്ങി തിളക്കമാർന്ന വിജയം കൈവരിച്ച് അത്യുത്സാഹത്തോടുകൂടി ഒരു ഗവൺമെന്റ് രൂപീകരിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് വഴുതി വീണത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാരിൽ നൈരാശ്യമുണ്ടാക്കി എന്നുള്ളതൊരു വസ്തുതയാണ്. ബഹുമാനപ്പെട്ട ശ്രീ MM ഹസൻ പറയുന്നത് കേട്ടാൽ ഞങ്ങൾ അനധികൃതമായി അനാവശ്യമായി തിടുക്കപ്പെട്ട് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്ന നിലയിലാണ് അദ്ദേഹം ലീഗിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം. വളരെ വളരെ നിർഭാഗ്യകരമായി പോയി ശ്രീ MM ഹസൻ നടത്തിയ പരാമർശം. വിശദാംശങ്ങളുമായി ഷമീർ അബ്ദുൽ ചേരുകയാണ്. ഷമീർ, വളരെ തിളക്കമാർന്ന ജയമുണ്ടായി, പക്ഷേ അത് ആഘോഷിക്കാൻ പോലും സമയം കിട്ടിയില്ല ഈ UDF പ്രവർത്തകർക്ക്. 102 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോഴും കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന പേരിൽ എന്നതാണ് NK പ്രേമചന്ദ്രനും പറയുന്നത്. തീർച്ചയായിട്ടും രുചീഷ്, ഘടകകക്ഷികളുടെ അഭിപ്രായം അത് ഒരു അസ്വാരസ്യത്തിലേക്ക് എത്തുന്നു. അതായത് ഘടകകക്ഷികൾക്ക് പോലും നിലവിലെ സാഹചര്യം അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വേണം പറയാൻ. അത് തുറന്നു പറയുകയാണ് NK പ്രേമചന്ദ്രൻ. അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡിനോടാണ് തങ്ങൾ അഭിപ്രായം പറഞ്ഞത്. അതായത് MM ഹസൻ നിലവിലൊരു അഭിപ്രായ പ്രകടനം നടത്തി. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ്, അത് ഘടകകക്ഷികളല്ല. കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് RSP അടക്കമുള്ള ഘടകകക്ഷികൾ ഹൈക്കമാൻഡിനോട് അഭിപ്രായം പറഞ്ഞത്. അത് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം മുൻ കൺവീനർ കൂടിയായ ഹസൻ നടത്തിയത് നിർഭാഗ്യകരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഇനിയും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കാലതാമസം ഉണ്ടാകരുത് എന്നാണ് എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത്. ഹൈക്കമാൻഡിനോട് അടക്കം ആവശ്യപ്പെടാനുള്ളത് അതാണ്. എന്തായാലും അസാമിലും പഞ്ചാബിലും തമിഴ്നാട്ടിലുമൊക്കെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും നിലവിലെ കേരളത്തിൽ അതുണ്ടാകുന്നില്ല. അത് വോട്ട് ചെയ്ത വോട്ടർമാർക്കും പ്രവർത്തകർക്കും വലിയ തോതിൽ നിരാശയുണ്ടാക്കുന്നു എന്നാണ് NK പ്രേമചന്ദ്രൻ പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണം എന്നുകൂടി അദ്ദേഹം തുറന്നു പറയുകയാണ്. ഭരണപരമായ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നൊരു ആക്ഷേപം പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്നും ഉയരുന്നു. എന്നാൽ നിലവിൽ ഭരണപരമായ പ്രതിസന്ധി ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയമായ അനിശ്ചിതത്വമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിന് ഉടനടി പരിഹാരമുണ്ടാവണമെന്നും RSP ആവശ്യപ്പെടുന്നു. രുചീഷ്. ശരി ഷമീർ.